ഡോക്ടർമാർക്ക് സാലറി കുറയുന്നു എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമാണോ? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ജോബ് ഡിവൈൻ അല്ലേ? അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലേ അയാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത്? ഒരു ഡോക്ടറുടെ സ്കിൽ എന്നുള്ളത് അയാൾ പഠിക്കുന്ന കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രൈവറ്റ് കോളേജസിൽ നിന്ന് നല്ല ഡോക്ടേഴ്സ് ഇറങ്ങുന്നില്ലേ? എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കത്തിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വീഡിയോ ഡോക്ടേഴ്സ് ലൈഫുമായി ബന്ധപ്പെട്ട് വളരെയധികം വൈറലായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇവിടെ നൽകാം, കാർഡായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചില റീൽസും മറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിട്ടപ്പോൾ ഇൻസ്റ്റയിൽ അതിന് നല്ല റീച്ച് കിട്ടി. ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ ഒരുപാട് കമൻസൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിന് റെസ്പോൺസായിട്ട് കുറേ എഴുത്തുകളും വീഡിയോസും കമൻസും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനോടുള്ള എൻ്റെ റെസ്പോൺസാണ് ആക്ച്വലി ഈ വീഡിയോ എന്നുള്ളത്. ആക്ച്വലി ഡോക്ടേഴ്സിന് ഇന്നത്തെ കാലത്ത് സാലറി കുറവാണ് എന്നുള്ളതൊരു പ്രോബ്ലം ആണോ? അവർ ആക്ച്വലി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ സാലറി കുറവാണ് എന്നുള്ളതല്ല. മൈ പോയിന്റ് നമ്പർ 1, ഡോക്ടേഴ്സ് അണ്ടർ പെയ്ഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ. ആക്ച്വലി ഡോക്ടേഴ്സ് ഷുഡ് ഫൈറ്റ് ഫോർ ദാറ്റ് കോസ് എന്നാണ് ഞാൻ പറയുക. കാരണം ഒരു PG റെസിഡൻ്റ് ആയിട്ടുള്ള ആളൊക്കെ ആക്ച്വലി ഒരു ദിവസം എന്താ പറയുക 12 to 13 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് മേ ബി ഒരു നക്കാപ്പിച്ച് 55,000 രൂപയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ദേ ഷുഡ് ഫൈറ്റ് ഫോർ 1 lakh rupees അറ്റ്ലീസ്റ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അണ്ടർ പെയ്ഡ് ആണ് എന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് ആ ജോലി മോശമാണ് എന്നുള്ളതല്ല, നേരെ മറിച്ച് നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു ഡോക്ടേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി, ഒരു ഹാപ്പിനെസ് അല്ലേ, താൻ നേരിട്ട് ഒരാളുടെ ലൈഫ് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, ദാറ്റ് ഈസ് ട്രൂ ആക്ച്വലി. കാരണം ഡോക്ടേഴ്സിനെ പോലെ അത്രത്തോളം മറ്റുള്ളവരുടെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ല എന്നുള്ളത്, ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതെല്ലാ ജോബിലും കിട്ടുന്നതാണെന്നുള്ളത് ഡോക്ടേഴ്സ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ എഞ്ചിനീയറാണ്, ഞാനൊരു ചിപ്പ് പുറത്തിറക്കുമ്പോൾ ആക്ച്വലി എനിക്കും ഈ ഒരു ഹാപ്പിനെസ് പലപ്പോഴും കിട്ടാറുണ്ട്. മേ ബി യു ആർ ഗെറ്റിംഗ് ദാറ്റ് ഇൻ എ ബിഗ്ഗർ സ്കെയിൽ. അത് ഞാൻ ഡെഫിനറ്റ്ലി അഗ്രി ചെയ്യുന്നു. കാരണം ഞാൻ ഉണ്ടാക്കുന്നൊരു ചിപ്പ് എന്നുള്ളത് ഒരാളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മേ ബി എനിക്ക് വിസിബിൾ അല്ലാത്ത രീതിയിലായിരിക്കും. നിങ്ങളെ അത് ആക്ച്വലി ഒരാളുടെ ലൈഫിൽ നേരിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് എല്ലാ പ്രൊഫഷനിലും ഇത് ഒരു പരിധി വരെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു മെയിൻ പോയിന്റ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. വി ഷുഡ് ബി ഏബിൾ ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് അവർ കരിയർ. ഓക്കെ, നമ്മളൊന്നിനെയും ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡാർക്കർ സൈഡ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. ഡോക്ടറെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിവിൽ സർവൻസിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓക്കെ, കാരണം കരിയറുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഇൻഫോംഡ് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്. ദിസ് ഇസ് മൈ ഹോൾ പോയിന്റ്. എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ നെറേറ്റീവിലും ഞാൻ കറക്റ്റായിട്ട് പറയുന്നൊരു കാര്യം അതാണ്. ഡോക്ടേഴ്സിൻ്റെ ലൈഫ് ഇതാണ്. ദെയർ അക്കാഡമിക് ലൈഫ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, അവർക്ക് ഒരു 5.5 വർഷം MBBS കഴിഞ്ഞ ശേഷം ഒരു 3 വർഷം 4 വർഷം PGയും സീനിയർ റെസിഡൻസിയും കഴിഞ്ഞിട്ട് അവർ എസ്റ്റാബ്ലിഷ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ദാറ്റ്സ് എ ഫാക്ട്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു എന്താ പറയുക, നിങ്ങൾക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ വില്ലിംഗ് ടു ഗോ ദാറ്റ് മൈൽ, ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിന് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നല്ല ഡോക്ടേഴ്സിനെ നമ്മുടെ നാട്ടിന് ആവശ്യമില്ലേ? നമ്മുടെ നാട്ടിന് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഒരു ഡോക്ടറുടെ ലൈഫ് സ്റ്റൈൽ എന്നാൽ ഏത് സമയം അയാൾ ജോബിന് റെഡി ആയിരിക്കണം. ഒരു ഗൈനക്കോളജിസ്റ്റ്, ഞാൻ ഇന്ന് രാത്രി ഇന്ന് ജോലി ഇന്നാരും പ്രസവിക്കൊന്നും വേണ്ട, ഞാൻ ജോലിക്ക് വരില്ല എന്നൊരു പറയാനൊരു ഗൈനക്കോളജിസ്റ്റ് പറ്റുമോ? ഇല്ല. ആൾക്കാർ പ്രസവിക്കുമ്പോൾ അയാൾ റെഡി ആയിരിക്കണം അല്ലേ? അതേപോലെ ഓരോ സെഗ്മെന്റിലും പല ഡോക്ടേഴ്സും ഇതിന് റെഡി ആയിരിക്കണം. അപ്പോൾ അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അതിന് അവർ അക്സെപ്റ്റബിൾ ആവണം. അവർക്ക് ഇതുവരെ ഇപ്പോൾ ഇത്രയേ സാലറി അവർക്ക് ലഭിക്കുന്നത്, ഒരു സീനിയർ റെസിഡൻസിക്ക് ഒരു 5 year കഴിഞ്ഞാൽ ഒരു 50,000 ആണ് അവരുടെ സാലറി എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഓക്കെ ഫോർ ദാറ്റ്. അത്രേ ഉള്ളൂ. അതിനവർ കൂടുതൽ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരാളൊരു കരിയറിന് പോകേണ്ടത്. അറിഞ്ഞുകൊണ്ട് പോയാൽ അത്രയും ഭാവിയിൽ പരിക്ക് ഒഴിവായി കിട്ടും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഒരു എഞ്ചിനീയർ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദർ ഇസ് ലെസ് ചാൻസ് ദാറ്റ് യു വിൽ ലാൻഡ് എ ഗുഡ് ജോബ്. നിങ്ങളൊരു 2, 3, 4 വർഷം ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് ഉള്ളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ്. നിങ്ങൾ പുറത്ത് പോയി വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു സിവിൽ സർവീസിൽ നിങ്ങൾ പോകുകയാണെന്ന് വിചാരിക്കുക. സിവിൽ സർവീസിൽ നിങ്ങൾ പോയി നിങ്ങൾ IAS എടുത്തു, നിങ്ങൾക്ക് 99.99% നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കാൻ താല്പര്യമുള്ള, മറ്റൊരു സ്റ്റേറ്റ് പോയി താമസിക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ദേ ഷുഡ് ടേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. ഒരു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ മേ ബി ഒരു 3-4 years എങ്കിലും മേ ബി അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇഫ് യു ആർ വില്ലിംഗ് ടു ഗോ ദാറ്റ് മൈൽ വിത്തൗട്ട് എനി ഇൻകം, നിങ്ങളൊരു അല്ലെങ്കിൽ ചെറിയൊരു ഇൻകത്തിൽ നിങ്ങളൊരു 4 വർഷം ജീവിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട ചോയ്സസ് ആണ്.
എന്നുള്ളതാണ്. ആൻഡ് മൈ ഓൺലി പോയിന്റ് ഇസ് ദാറ്റ് വി ഷുഡ് മേക്ക് ഇൻഫോംഡ് ചോയ്സ്. മറ്റൊരു രസകരമായിട്ടുള്ള ഒരു ഫാക്ട്, ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരു റീലിൽ, ഈ ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, നമ്മളൊരു MES മെഡിക്കൽ കോളേജിൽ ഒരു 40 lakhs കൊടുത്ത് പഠിക്കും. അതേപോലെ തന്നെ അതേ ഡോക്ടർ ആവാൻ, അതേ MBBS എടുക്കാൻ നിങ്ങൾക്കൊരു ജിപ്മറിലോ എയിംസിലോ പഠിക്കുകയാണെങ്കിൽ ഒരു 5,000 6,000 സ്പെൻഡ് ചെയ്താൽ മതി. ആൻഡ് ഹൂ ഈസ് എ ബെറ്റർ ഡോക്ടർ? ഡെഫിനറ്റ്ലി എയിംസിലോ ജിപ്മറിലോ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ബെറ്റർ ഡോക്ടർ ആവാൻ സാധ്യത. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് താഴെ ഒരുപാട് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും. ഒരുപാട് ആൾക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ആളുകൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എനിക്കെതിരെ കമൻറ്റ് ചെയ്ത് പോയി. ഞാനൊരിക്കലും നിങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു മോശം ഡോക്ടറാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് എ ബെറ്റർ ചാൻസ് ദാറ്റ് നിങ്ങളെക്കാളും ഒരു എയിംസിലോ ജിപ്മറിലോ പഠിക്കുന്ന ഒരാളായിരിക്കും ഒരു ബെറ്റർ ഡോക്ടർ ആവാൻ സാധ്യത. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? കാരണം അവർക്ക് അവിടെ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടും. അല്ലാതെ കേരളത്തിൽ MES മെഡിക്കൽ കോളേജ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു മണ്ടന്മാരാന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം 599 മാർക്ക് കിട്ടിയ ആളായിരിക്കും ഇങ്ങനെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. 610 കിട്ടിയ ആളായിരിക്കും ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ ഫ്യൂ മാർക്സ്. പക്ഷേ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നമുക്ക് 6,000 രൂപയ്ക്ക് MBBS എടുക്കാൻ സാധ്യതയുണ്ട്, 40 ലക്ഷം രൂപയ്ക്ക് MBBS എടുക്കാൻ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ആ 6,000-ൽ കയറി പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് അടുത്ത തലമുറയോട് പറയാനുള്ളത്. ഓക്കെ, അതിന് ഈ പഴയ തലമുറ വന്നിട്ട് ഞങ്ങൾ 40 ലക്ഷം, ഫോർ വാട്ട് എവർ റീസൺ ഞങ്ങൾ 40 ലക്ഷം സ്പെൻഡ് ചെയ്ത്, നിങ്ങളുടെ അടുത്ത് കാശുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമുണ്ട്, വാട്ട് എവർ റീസൺ ഇറ്റ്സ് ഓക്കെ, അത് ഓക്കെയാണ്, നിങ്ങളത് സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളാണ് ബെറ്റർ ഡോക്ടർ എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു നിങ്ങൾ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ എക്സെപ്ഷൻസ് ഉണ്ടാവും, നിങ്ങളിലും ബെറ്റർ ഡോക്ടറായി ടേൺ ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളത് കഴിഞ്ഞിട്ട് നല്ല കോളേജിൽ പോയി MD ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വലിയ ഫെലോഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഹൂ ഹാസ് എ ബെറ്റർ ചാൻസ്? അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങൾ പഠിച്ച ഈ കോളേജിൽ വന്ന് ഡോക്ടർ ആവണം, നിങ്ങൾക്ക് എന്ത് സ്കില്ല് ഉള്ള ആളും അല്ലെങ്കിൽ അവിടെ പോകണ്ട ഇവിടെ വന്നാൽ മതി എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അതല്ല മക്കളെ, നിങ്ങളുടെ സ്കില്ലുള്ള ആൾക്കാർ എയിംസിലോ ജിപ്മറിലോ പോയാൽ ബെറ്റർ സ്കില്ലുള്ള ആൾക്കാരായി മാറും, നിങ്ങൾക്ക് ചെറിയ ഫീസിൽ പഠിക്കാം എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ദിസ് ഈസ് എ ഹോൾ പോയിന്റ് ആൻഡ് പീപ്പിൾ ആർ മിസ്സിങ് ദാറ്റ് പോയിന്റ്. ആളുകൾക്ക് ആ പോയിന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈഗോ, നമ്മുടെ ഒരു ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഡി ആവണം. അതേപോലെ ഒരു പ്രൊഫഷനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിവൈനാണ്, ഇത് അങ്ങനെയൊന്നും ഓവർ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആസ് എ ഡോക്ടർ എന്താണ്, നമ്മുടെ ഒരു ഡോക്ടർ ആണെങ്കിൽ അയാളുടെ വർക്കാണ് ചെയ്യുന്നത്, എഞ്ചിനീയർ ആണെങ്കിൽ അയാളുടെ വർക്കാണ് ചെയ്യുന്നത്. ദർ ഇസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ദാറ്റ്, ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ഡോക്ടർ കുറച്ചധികം ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടാവും. ഇഫ് യു വാണ്ട് ടു ബി ദാറ്റ് ലൈക്ക് ടച്ചിങ് ലൈഫ്സ്, പീപ്പിൾസ് ലൈഫ്, ആളുകളുടെ ലൈഫ് ഇങ്ങനെ ആ ലീഫ് ലെവലിൽ ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചെന്ന് ടച്ച് ചെയ്യണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. ഞാൻ അതേ പറയുള്ളൂ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോവാൻ എന്നുള്ളത് മാത്രമാണ് മക്കളെ എൻ്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പോയിന്റ്, ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അല്ലാതെ ഇതിൽ വേറെ അജണ്ടകളോ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ നമ്മൾ സഹിക്കുന്നത് മേ ബി ദാറ്റ് വിൽ സേവ് അസ് ഫ്രം എ ബിഗ്ഗർ ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, ഇതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ മേ ബി നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ലെവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനപ്പുറം നമുക്ക് വേറൊരു എന്താ പറയുക പിന്നെ വരാനുള്ള വലിയൊരു ഹാർട്ട് ബ്രേക്ക് നമ്മൾ രക്ഷപ്പെടും. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സിവിൽ സർവീസിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു. റൈറ്റ്, സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ വി ഷുഡ് മൂവ് ഓൺ. നമ്മളതിൽ മാത്രം കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ മേ ബി നഴ്സിംഗ്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ്, ആയുഷ് കോഴ്സസ്, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ പ്യൂർ സയൻസ് കോഴ്സ്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് JEE കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് അല്ല എന്നുണ്ടെങ്കിൽ സയൻസ് കോഴ്സുകളുണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്ട്. വി ഷുഡ് ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്, ഡെഫിനറ്റ്ലി ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നമുക്ക് ലേൺ ചെയ്യാൻ എടുത്തിട്ടുള്ള we should definitely move on. Okay, so always make informed decision about your career. ഇത് മാത്രമാണ് പറയാനുള്ളത്. ബാക്കി ഉള്ള നെഗറ്റീവ് കമൻറ്റുകൾ തീർച്ചയായും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.